സെന്റിന്റെ സംവിധാനവും നിർമ്മാണവും രഞ്ജിത്താണ്. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി. നീണ്ട കാത്തിരിപ്പിന് ശേഷം മോഹൻലാൽ ചിത്രം കാസനോവ യാഥാർത്ഥ്യമാവുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് മേധാവി ഡോക്ടർ CJ റോയ് നിർമ്മിച്ച് റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന കാസനോവ മലയാള സിനിമയിലെ എക്കാലത്തെയും ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ ഒന്ന് എന്ന വിശേഷണവുമായിട്ടായിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. 2 വർഷങ്ങൾക്ക് മുമ്പ് ചിത്രത്തിന്റെ ലോഞ്ചിംഗ് ബംഗളൂരുവിൽ നടത്തിയിരുന്നു. താരനിരയിൽ ചെറിയ മാറ്റവുമായി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത മാസം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംവിധായകൻ റോഷൻ ആൻഡ്രൂസും സംഘവും. സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് തുടങ്ങുന്ന കാസനോവയുടെ വലിയ ഭാഗം ചിത്രീകരിക്കുക വിദേശ രാജ്യങ്ങളിലായിരിക്കും. ശ്രേയാ ചരൺ, ലക്ഷ്മി റായ്, റീമ കല്ലിങ്കൽ, ജഗതി ശ്രീകുമാർ, ശങ്കർ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ബോബി സഞ്ജയ് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്ന ചിത്രത്തിന്റെ സംഗീതം അൽഫോൺസ്, ഗോപി സുന്ദർ, ഗൌരി എന്നിവർ ചേർന്നാണ് ഒരുക്കുന്നത്. കാസനോവയെക്കുറിച്ച് സംസാരിക്കാൻ സംവിധായകൻ റോഷൻ ആൻഡ്രൂസും ഒപ്പം നിർമ്മാതാവ് ഡോക്ടർ CJ റോയിയും ടെലിഫോൺ ലൈൻ ചേരുന്നു. ആദ്യം തന്നെ ശ്രീ CJ റോയ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു കാത്തിരിപ്പിന് ശേഷമാണ് കാസനോവ യാഥാർത്ഥ്യമാകുന്നത്. എന്തുകൊണ്ടാണ് ഷൂട്ടിംഗ് ഇത്രയും നാളും നീണ്ടുപോയത്? എന്തായിരുന്നു തടസ്സം? ഹലോ ഡോക്ടർ CJ റോയ്, കേൾക്കാമോ? കേൾക്കാണ്ട്. പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ചിത്രമാണ് കാസനോവ. എന്തുകൊണ്ടാണ് ഷൂട്ടിംഗ് ഇത്രയും നാൾ നീണ്ടുപോയത്? എന്തായിരുന്നു തടസ്സം? ശരിയാണ്, ഇതൊരു ഇന്റർനാഷണൽ ലെവൽ ഫിലിമാണ്. അപ്പൊ ഈ ഫിലിമിന്റെ സ്റ്റണ്ട് മാസ്റ്ററും ഹോളിവുഡ് സ്റ്റണ്ട് മാസ്റ്ററാണ്. അപ്പൊ ഞങ്ങള് 5 തവണയായിട്ട് അബ്രോഡിൽ കംപ്ലീറ്റ് ടീം ലൊക്കേഷൻ സെർച്ചിന് പോയിരുന്നു. അപ്പൊ ഈ ലൊക്കേഷൻ ഈ സിനിമയ്ക്ക് പറ്റിയ ലൊക്കേഷനാണ്. ബിക്കോസ് ഇറ്റ്സ് എൻ വെരി ഹൈ ബഡ്ജറ്റ് ഇന്റർനാഷണൽ മൂവിയാണ്. പ്ലസ് ഇതിന്റെ സ്ക്രിപ്റ്റും സ്റ്റോറിക്കും പ്രിപ്പറേഷനും കാര്യത്തിനും ഈ സമയം വേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ ഈ 2 കൊല്ലം പല ലൊക്കേഷനുകൾ, വിദേശങ്ങളിൽ പല ലൊക്കേഷനിൽ പോയി കണ്ടിട്ടാണ് ഇപ്പോ ഫൈനലൈസ് ചെയ്തിരിക്കുന്ന ഈ ലൊക്കേഷൻ. അതിനുവേണ്ടി സമയം വേണ്ടി വന്നു. ശ്രീ CJ റോയ്, മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും കാസനോവ എന്ന് വിശേഷിപ്പിക്കാമോ? അതെ, ഹയസ്റ്റ് ബഡ്ജറ്റ് ആയിരിക്കും, ഏറ്റവും ഹയസ്റ്റ് ബഡ്ജറ്റ് ആയിരിക്കും. എന്തായാലും സംവിധായകൻ റോഷൻ ആൻഡ്രൂസും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ റോഷൻ ആൻഡ്രൂസ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിത്രത്തിന്റെ ലോഞ്ചിംഗ് നടന്നപ്പോൾ തന്നെ ഏറെ കാത്തിരിക്കുകയായിരുന്നു മോഹൻലാലിന്റെ ആരാധകരും പ്രേക്ഷകരും എല്ലാവരും തന്നെ. എത്രത്തോളം പ്രതീക്ഷയിലാണ് സംവിധായകൻ? എന്തെല്ലാം പുതുമകളും വ്യത്യസ്തതകളുമായിരിക്കും കാസനോവ കൊണ്ടുവരിക? ശരിക്കും കാസനോവ എന്ന് പറയുന്നത് ഒരു കോൺഫിഡന്റിന്റെ ഒരു മൂവിയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് എപ്പോഴും ഡിഫറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിതൊരു വലിയ ഡ്രീമാണ്. എന്റെയും ലാലേട്ടന്റെയും ഒക്കെ ഒരു ഡ്രീമാണ്. അപ്പൊ ആ ഡ്രീമിന് ഇത്രയും നല്ലൊരു ബഡ്ജറ്റ് ഇറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഫഷണൽ കമ്പനി നമുക്ക് വേണം. അപ്പോൾ ഡോക്ടർ CJ റോയിക്കാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ്. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം നമ്മോടൊപ്പം നിൽക്കുന്ന, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2.5 വർഷത്തോളം ഇതിന്റെ പ്രിപ്പറേഷൻസ് തന്നെയായിരുന്നു ഞങ്ങൾ. ഇതിന്റെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് അത്രയും ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞു. ജനുവരി 21 ഞങ്ങൾ ദുബായിലാണ് ഇത് ഭയങ്കര വലിയൊരു ലോഞ്ചിങ്ങോടുകൂടി ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലാലേട്ടന്റെ ഏറ്റവും ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. വളരെ വില്യം എന്ന് പറയുന്ന ഒരു ഫൈറ്റ് മാസ്റ്ററാണ് ഇതിന്റെ ഹോളിവുഡ് ലെവലിൽ ചെയ്യുന്നത്. പിന്നെ ഗണേഷ് ആചാര്യ, പിന്നെ ബോളിവുഡിൽ നിന്നുള്ള അഹമ്മദ് ഖാൻ തുടങ്ങിയവരാണ് ഇതിന്റെ കൊറിയോഗ്രാഫി. ബോബി സഞ്ജയാണ് തിരക്കഥ, ജിം ഗണേഷ്, സുനിൽ, അതുപോലെ തന്നെ സായി, അതിൽ ആശീർവാദ് സിനിമാസാണ് ഇത്, മാക്സ് ലാബാണ് ഇത് തിയേറ്ററിൽ എത്തിക്കുന്നത്. വളരെ ഡിഫറന്റ് ആയ ഒരു അപ്രോച്ചാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ഫുൾ ക്രെഡിറ്റും ഞങ്ങളുടെ നിർമ്മാതാക്കളായ കോൺഫിഡന്റ് ഗ്രൂപ്പിനാണ്. കാരണം അങ്ങനത്തെ ശരിക്കും പറഞ്ഞ് ഇങ്ങനത്തെ ഇന്റർനാഷണൽ കമ്പനികൾ വരുമ്പോഴാണ് ഞങ്ങളെപ്പോലത്തെ സംവിധായകർക്ക് ഡിഫറന്റ് ആയിട്ടുള്ള അപ്രോച്ചിന് ഒരു സിനിമ ചെയ്യാൻ സാധിക്കുക. ശ്രീ റോഷൻ ആൻഡ്രൂസ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും എന്ന് പറയുന്നു. എപ്പോഴായിരിക്കും ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം തിയേറ്ററുകളിൽ എത്തുക? തീർച്ചയായും പ്രേക്ഷകർക്ക് അതറിയാനും താല്പര്യമുണ്ടാകും. അത് ഞങ്ങള് ഡിസംബറോട് കൂടി ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിയും. പക്ഷെ ഡോക്ടർ CJ റോയ്ക്ക് ഇതിൽ വലിയൊരു, എനിക്ക് തോന്നുന്ന കേരളത്തിൽ തന്നെ ലോകത്തിൽ തന്നെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രിന്റുകൾ വേൾഡ് റിലീസാണ് ഡോക്ടർ റോയ് ഇതിനു വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അത് എല്ലാം അദ്ദേഹത്തിനും അതിന്റെ മാക്സ് ലാബിന്റെ സാരഥി ശ്രീ ആന്റണി പെരുമ്പാവൂർ തുടങ്ങിയ ആളുകളാണ് അത് തീരുമാനിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റും ഈ സിനിമയെക്കുറിച്ചുള്ള മേക്കിങ്ങിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. ഇന്റർനാഷണൽ ലോഞ്ചിങ്ങിനോടുകൂടി തന്നെയായിരിക്കും ഈ സിനിമ തിയേറ്ററിലെത്തിക്കുക.
ശ്രീ റോഷൻ ആൻഡ്രൂസ്, ഒരു കാര്യം കൂടി, കാസനോവ എന്നൊരു പേര്, ഒരു പ്രണയ നായകൻ എന്തായാലും മനസ്സിൽ വരുന്നു. എങ്ങനെയാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുക? ലോകം മുഴുവനും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇതെന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ഫ്ലവർ ഫീൽഡിന്റെ ഒരുപാട് ഫ്ലവേഴ്സ് ഉള്ള ഒരു കാസനോവ ഇറ്റേണൽ സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഫീൽഡിന്റെ സാരഥിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഓരോ പൂക്കളും ഓരോ സ്ത്രീകളുമായിട്ട് അദ്ദേഹത്തിന് കണക്ട് ചെയ്യുകയാണ്. ശരിക്കും ഡാലിയയുടെ മണമല്ല ജാസ്മിൻ ഉള്ളത്, ഓരോ സ്ത്രീകൾക്കും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ പോലെ ഓരോ പൂക്കളും വ്യത്യസ്തമാണ്. കാസനോവ എന്ന് പറയുന്നത് എല്ലാ 5 പുരുഷന്മാരിലും ഒരാൾ കാസനോവ ആയിരിക്കും എന്നാണ്. സ്ത്രീയെ ഇഷ്ടപ്പെടാത്ത, സ്ത്രീയെ ബഹുമാനിക്കാത്ത ഒരാളും ഉണ്ടാവില്ലെന്നാണ്. ശരിക്കും കാസനോവ എന്ന് പറയുന്നത് ദ മാൻ ഹു ലവ്സ് വുമൻ, ദ മാൻ ഹു ലവ്ഡ് ബൈ വുമൻ. സ്ത്രീകളെ സ്നേഹിക്കുകയും സ്ത്രീകളാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അതാണ് ലാലേട്ടന്റെ കഥാപാത്രം കാസനോവ. വളരെ നന്ദി ശ്രീ റോഷൻ ആൻഡ്രൂസ്. ഒപ്പം തന്നെ ഡോക്ടർ CJ റോയി ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചതിന് എല്ലാ ആശംസകളും നേരുന്നു. തീർച്ചയായും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് കാസനോവ യാഥാർത്ഥ്യമാകുന്നത് കാണാൻ. എന്തായാലും ഡിസംബറോടുകൂടി ഷൂട്ടിംഗ് പൂർത്തിയാക്കും. ചിത്രം പിന്നീട് തിയേറ്ററിൽ എത്തുമെന്നാണ് സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് പ്രതികരിച്ചത്. വളരെയധികം നന്ദി എന്റർടൈൻമെന്റ് ന്യൂസിനോട് സംസാരിച്ചതിന് ഇരുവർക്കും.